അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനുദതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഃ ആവീതം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 302 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാം അധ്യായം ബ്രഹ്മസ്തുതിയിലെ 44, 45, 46, 47, 48, 49, 50, 51, 52, 53 എന്നീ ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഇക്ഷ്വാകുരൈളമുചുകുന്ദ വിദേഹഗാധി രഘ്വംബരീഷസരാ ഗയനാഹുഷാദ്യാഃ മാന്ധാത്രളർക്കശതധന്വനുരന്തി ദേവാ ദേവവ്രതോ ബലിരമൂർത്തരയോ ദിലീപ സൗഭര്യുദംഗ ശിബിദേവല പിപ്പലാദ സാരസ്വതോദ്ധവ പരാശര ഭൂരിഷേണാഃ യേന്യേ വിഭീഷണ ഹനൂമതുപേന്ദ്രദത്ത പാർത്ഥാർത്തിസേന സൗഭര്യുദംഗ ശിബി ദേവല പിപ്പലാദ സാരസ്വതോദ്ധവ പരാശര ഭൂരിഷേണാഃ യേന്യേ വിഭീഷണ ഹനൂമതുപേന്ദ്രദത്ത പാർത്ഥാർത്തിസേന വിദുരശ്രുതദേവപര്യാഃ തേ വൈ വിദന്ത്യതി തരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാപി പാപജീവാഃ യദ്യദ്ഭുതക്രമപരായണശീല ശിക്ഷാഃ തിര്യഗ്ജനാ അപി കിമു ശ്രുതധാരണായേ ശശ്വൽ പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസദ പരമാത്മതത്വം ശബ്ദോ നയത്ര പുരുകാരകവൻ ക്രിയാർത്ഥോ മായാ പരൈത്യഭിമുഖേ ച വിലജ്ജമാനാഃ തദ്വൈ പദം ഭഗവതഃ പരമസ്യ പുംസോ ബ്രഹ്മേതി യത് വിദുരജസ്രസുഖം വിശോകം
സദ്ധ്യംനിയമ്യ യതയോ യമകർത്തഹേതിം ജഹ്യുസ്വരാടിവ നിപാനഖനിത്രമിന്ദ്ര ന ശ്രേയസാം അപി വിഭുർഭഗവൻ യതോസ്യ ഭാവസ്വഭാവവിഹിതസ്യ സതപ്രസിദ്ധി ദേഹേ സ്വധാതു വിഗമേനു വിശിര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശിര്യതേജ സോയം തേ ഭിഹിതസ്താദാ ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരിർനാന്യദന്യസ്മാൻ സദസച്ഛയൽ ഇദം ഭാഗവതം നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതദ് വിപുലീകുരു യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കൽപ്യ വർണ്ണയ മായാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യാനുമോദത ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാ നമുഹ്യതി. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം ദക്സലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാദേ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നാരായണ. ഇതോടുകൂടി ദ്വിതീയ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം കഴിയുന്നു. അടുത്ത പാഠഭാഗത്തിലൂടെ 8-ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ശ്രദ്ധയോടുകൂടി ഏവരും പഠിക്കുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഈ 302-ാം പാഠത്തിലൂടെ 7-ാം അധ്യായത്തിലെ 44 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം. ശ്ലോകം 44. ഇക്ഷ്വാകുരൈളമുചുകുന്ദ വിദേഹഗാധി രഘ്വംബരീഷ സഗരാഗയനാഹുഷാദ്യാഹ മാന്ധാത്രളർക്കശതധന്വനുരന്തി ദേവ ദേവവ്രതോ ബലിരമൂർത്തരയോ ദിലീപ. ഐളൻ ഇളയുടെ പുത്രനായ പുരൂരവസ്, നാഹുഷൻ നഹുഷപുത്രനായ യയാതി. കുറെ പേരുകളാണ് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നത്. ഇക്ഷ്വാകു, പുരൂരവസ്, മുചുകുന്ദൻ, വിദേഹൻ, ഗാധി, രഘു, അംബരീഷൻ, സഗരൻ, ഗയൻ, നഹുഷപുത്രനായ യയാതി മുതലായവർ, മാന്ധാതാവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മർ, മഹാബലി, അമൂർത്തരയൻ, ദിലീപൻ. അടുത്ത ശ്ലോകം 45. സൗഭര്യുദംഗശിബിദേവലപിപ്പലാദാഹ സാരസ്വതോദ്ധവപരാശരഭൂരിഷേണാഹ യന്യേ വിഭീഷണ ഹനൂമതുപേന്ദ്രദത്ത പാർത്ഥാർഷ്ടിഷേണ വിദുരശ്രുതദേവപര്യാഹ. ഉപേന്ദ്രദത്തൻ, ശുഗൻ, ഉപേന്ദ്രനാൽ വിഷ്ണുവിനാൽ ദത്തൻ, വിഷ്ണുദത്തൻ പരീക്ഷിത്ത് മഹാരാജാവ് എന്നുമാവാം. സൗഭരി, ഉദങ്കൻ, ശിബി, ദേവലൻ, പിപ്പലാദൻ, ദധീജി, ഉദ്ധവർ, പരാശരർ, ഭൂരിഷേണൻ, മറ്റു ശ്രേഷ്ഠരായ വിഭീഷണൻ, ഹനുമാൻ, ശുഗർ, പാർത്ഥന്മാർ, ആർഷ്ടിഷേണൻ, വിദുരർ, ശ്രുതദേവൻ മുതലായ ശ്രേഷ്ഠന്മാർ ഇവരും അറിയും. 48.
46. തേ വൈ വിദന്ധ്യതി തരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാ അപി പാപജീവാഃ യദ്യത്ഭുതക്രമപരായണശീല ശിക്ഷാഃ തിര്യജ്ജനാ അപി കിമു ശ്രുതധാരണായേ. സ്ത്രീശൂദ്രഹൂണകപരാ, സ്ത്രീകൾ, ശൂദ്രർ, ഹൂണന്മാർ, കിരാതന്മാർ, പാപജീവാ അപി, പാപികളാണെങ്കിലും, അത്ഭുത ക്രമ പരായണശീല ശിക്ഷാ യതി, അത്ഭുതമായിട്ട് പാദവിന്യാസം ചെയ്തവന്റെ പേരിൽ ഭക്തിയുള്ളവരുടെ നിലയിൽ ജീവിപ്പാൻ ശീലിച്ചവരായി വന്നുവെങ്കിൽ, തിര്യജ്ജനാ അപി, പക്ഷിമൃഗാദികൾ കൂടെ, തേവൈ അവരും, തം വിദന്തി അവരെ അറിയുന്നു, ദേവമായാം ഈശ്വരമായയെ, അതിതരന്തിച്ച അതിക്രമിക്കയും ചെയ്യുന്നു. ശ്രുതധാരണായേ, ശാസ്ത്രങ്ങളെ അഭ്യസിച്ചവർ യാതൊരുത്തരോ അവർ കിമോ പറയണമോ. പാപികളായ സ്ത്രീകൾ, ശൂദ്രർ, ഹൂണന്മാർ, വേടന്മാർ, ഇവരായിരുന്നാൽ കൂടെയും, പാപികളായ സ്ത്രീകൾ, ശൂദ്രർ, ഹൂണന്മാർ, വേടന്മാർ ഇവരായിരുന്നാൽ കൂടെയും, സമ്പാദി, ജടായു മുതലായ തിര്യജന്തുക്കൾ കൂടെയും അത്ഭുതമായ വിധത്തിൽ പാദപ്രക്ഷേപണം ചെയ്ത ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ സമ്പ്രദായത്തെ അഭ്യസിച്ചവരാണെങ്കിൽ ഭഗവത് സ്വരൂപത്തെ അറിയുകയും ദേവമായയെ കടന്നു പോവുകയും ചെയ്യുന്നു. അറിവില്ലാത്തവർ ഈ വിധമിരിക്കെ ശാസ്ത്രാഭ്യാസാദികൾ ഉള്ളവരും ഭഗവാനെ ധ്യാനിക്കുന്നുവെങ്കിൽ ഈശ്വര സ്വരൂപത്തെ അറിയുകയും മായയെ കടന്നു പോകുകയും ചെയ്യുന്നുവെന്ന് പറയണമോ. ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാം. 47, 48. ശശ്വൽ പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസദ പരമാത്മതത്വം ശബ്ദോ നയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥോ മായാപരൈത്യഭിമുഖേ ച വിലജ്ജമാന തദ്വൈ പദം ഭഗവത പരമസ്യ പുംസോ ബ്രഹ്മേതി യദ്വിദുരജസ്രസുഖം വിശോഖം സധൃങ്നിയമ്യയതയോ യമകർത്തഹേതിം ജഹ്യു സ്വരാടിവ നിപാനഖനിത്രമിന്ദ്ര. ശശ്വൽ പ്രശാന്തം, എപ്പോഴും പ്രകർഷേണ ശമഗുണത്തോടുകൂടിയത്, അഭയം ഭയമില്ലാത്തത്, പ്രതിബോധമാത്രം ജ്ഞാനം മാത്രമായിരിക്കുന്നത്, ശുദ്ധം കളങ്കമില്ലാത്തത്, സമം എങ്ങും ഒരേ വിധത്തിലിരിക്കുന്നത്, സതതപരം കാര്യകാരണങ്ങളെ കടന്നിരിക്കുന്നത്, ആത്മതത്വം പരമാർത്ഥ ജീവസ്വരൂപം, അജസ്രസുഖം ആനന്ദമായിരിക്കുന്നവനും, വിശോകം ശോകമറ്റവനും, പുരുകാരകവാൻ അനേക കാരകങ്ങളോടുകൂടിയവതും, ക്രിയാർത്ഥ ധാതുക്കളുടെ അർത്ഥത്തോടുകൂടിയതുമായ ശബ്ദ അപി വാക്കും എത്ര ന പ്രവർത്തതേ യാതൊന്നിന്റെ നേർക്ക് വ്യാപരിക്കുന്നില്ല, അഭിമുഖേ നേർമുഖത്തിൽ, വിലജ്ജമാനമായ ലജ്ജിക്കുന്നമായ, പരൈധി ദൂരെ നിൽക്കുന്നു. യതയ മുനികൾ യം സദ്ധിനിയമ്യ യാതൊരുവനെ കുറിച്ച് മനസ്സിനെ സ്ഥിരപ്പെടുത്തിയിട്ട് ഭഗവതപരസ്യ പുംസ ഭഗവാനായ പരമപുരുഷന്റെ ബ്രഹ്മ ഇതി പദം യൽ ബ്രഹ്മമെന്ന് പറയപ്പെടുന്ന യാതൊരു സ്ഥാനമോ തദ്വൈ വിദു അതിനെ അറിയുന്നു. സ്വരാട് ഇന്ദ്ര സ്വർഗലോകനാഥനായ ഇന്ദ്ര, ഖനിത്രം ഇവ നിലം കുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ, അകർത്തഹേര്യം
അകർമ്മോപകരണത്തെ ജഹ്യു ഉപേക്ഷിക്കും. എപ്പോഴും പ്രശാന്തവും ഭയമറ്റതും ജ്ഞാനസ്വരൂപവും ശുദ്ധവും എല്ലായ്പ്പോഴും ഒരേ വിധത്തിലിരിക്കുന്നതും ചേതനങ്ങൾ അചേതനങ്ങൾ എന്ന് പറയപ്പെടുന്നവയിൽ നിന്ന് വിലക്ഷണവും ആത്മതത്വസ്വരൂപവും എപ്പോഴും ആനന്ദമായിരിക്കുന്നതും ശോകമറ്റതുമായ ഏതൊരു ബ്രഹ്മത്തെ മുനിമാരറിയുന്നുവോ ആ ബ്രഹ്മം ഭഗവാനായ പരമപുരുഷന്റെ സ്വരൂപം തന്നെ. ആ ബ്രഹ്മത്തെ കർത്താവ്, കർമ്മം, കാരണം എന്നിങ്ങനെയുള്ള കാരകങ്ങളോടുകൂടിയതും ധാത്വർത്ഥങ്ങളെ മുഖ്യമായി ധരിച്ചിട്ടുള്ളതുമായ വേദവും ശരിയായി വർണ്ണിപ്പാൻ ശക്തിയുള്ളതല്ല. ആ ബ്രഹ്മസ്വരൂപത്തിന്റെ മുമ്പിൽ മായയും ലജ്ജ നിമിത്തം പ്രവേശിക്കാതെ ബഹുദൂരത്തിലിരിക്കുന്നു. ഉത്സാഹികളായ മഹാന്മാർ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ നിലനിർത്തിയ ശേഷം ഭേദഭാവന നിമിത്തമുള്ള കർമ്മങ്ങൾ നടത്താൻ ഉപയോഗമുള്ള സാധനങ്ങളെ സ്വർഗലോകാധിപതിയായ ഇന്ദ്രൻ കിണറ് കുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ വിട്ടുകളയുന്നു. കിണറ് കുഴിക്കാനുള്ള ആയുധം വർഷാധിപതിയായി ഇന്ദ്രൻ ആവശ്യമില്ലാത്തതുപോലെ യാതൊരുവനെ സാക്ഷാത്കരിച്ച യോഗികൾക്ക് ഭേദബുദ്ധി നശിച്ചതിനാൽ കർമ്മം നടത്താനുള്ള സാധനം കൊണ്ടും ഇനിമേൽ പ്രയോജനമില്ലാത്തതിനാൽ വിട്ടുകളയുന്നുവെന്ന് സാരം. ശ്ലോകം 49. സശ്രേയസാമപി വിഭുർഭഗവാന്യതോസ്യ ഭാവസ്യ ഭാവവിഹിതസ്യ സദസ്വത്പ്രസിദ്ധി ദേഹേ സ്വധാതു വിഗമേനു വിശീജ്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീജ്യതേജ. ഭാവസ്യ മഹദാദികളുടെ പരിണാമത്തിന്റെയും ഭാവവിഹിതസ്യ പരിണാമത്താൽ നിർമ്മിക്കപ്പെട്ടതായ സതഹ അസ്യ സ്ഥൂലരൂപമായ ഇതിൻ്റെയും വ്യഷ്ടിദേഹത്തിൻ്റെയും സമഷ്ടി ലോകത്തിൻ്റെയും പ്രസിദ്ധി യഥാ ഉൽപ്പത്തി യാതൊരുവിനിൽ നിന്നാകുന്നുവോ ശ്രേയസാം വിഭു 4 വിധ പുരുഷാർത്ഥങ്ങളുടെ ദാനസമർത്ഥനായ ഭഗവാൻ തന്നെ അവൻ ദേഹേ ശരീരം സ്വധാതുവിഗമേ അതിലെ ധാതുക്കൾ വിലയിക്കുമ്പോൾ വിശീര്യമാണേ തത്ര ഉടഞ്ഞുപോകുന്ന അതിൽ അജ പുരുഷ ജനനമില്ലാത്തവനായ ജീവാത്മാവ് വ്യോമ ഇവ ആകാശമെന്ന പോലെ ന വിശീര്യതേ ഉടഞ്ഞു പോകുന്നില്ല. മഹത്തത്വാദികളും അവയുടെ പരിണാമം കൊണ്ടുണ്ടായ ഈ പ്രത്യക്ഷ പ്രപഞ്ചവും യാതൊരുവനിൽ നിന്നുണ്ടായിരിക്കുന്നുവോ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ശ്രേയസ്സുകളുടെ അല്ലെങ്കിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ശ്രേയസ്സുകളെ ഭക്തന്മാർക്ക് കൊടുക്കുവാൻ ശക്തൻ ആ ഭഗവാൻ തന്നെയാകുന്നു. കർമ്മകർത്താവ് ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകുന്നതിനാൽ ധർമാദികളുടെ ഫലമായ സ്വർഗാദി ഭോഗങ്ങളെ അനുഭവിക്കുവാൻ പിന്നെ ആരാണുള്ളതെന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ദേഹത്തിലുള്ള ധാതുക്കള് അവയുടെ കാരണദ്രവ്യങ്ങളിൽ ലയിക്കുമ്പോൾ അതിനെ അനുസരിച്ച് നശിക്കുന്ന ശരീരത്തിൽ വസിച്ചിരിക്കുന്ന ജീവാത്മാവ് നശിക്കുന്നില്ല. ആ ജീവാത്മാവാണ് ആദിവാഹിക ശരീരത്തോട് ചേർന്ന് സ്വർഗാദി ഭോഗങ്ങളെ അനുഭവിക്കുന്നത്. ജനനവും മരണവും ദേഹധർമ്മം. ജീവാത്മാവ് വാസ്തവത്തിൽ ജനനാദി വികാരങ്ങളെ ഒന്നുമില്ലാത്ത ഭഗവാൻ തന്നെയാകുന്നു. വീട് ദഹിക്കുമ്പോൾ വീട് നിന്നിരുന്ന ആകാശം ദഹിക്കാത്തതുപോലെ ദേഹം നശിക്കുമ്പോൾ ജീവൻ നശിക്കുന്നില്ല. ശ്ലോകം 50. സോയം തേ ഭിഹിതസ്താദ ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരേർനാന്യതന്യസ്മാത് സദസച്ചയൽ. താത വത്സ വിശ്വഭാവന ജഗത്തിന്റെ കാരണഭൂതനായ സ അയം ഭഗവാൻ ഈ ഭഗവാൻ സമാസേന സംഗ്രഹമായിട്ട് തേ അഭിഹിത നിന്നോട് പറയപ്പെട്ടു. സത് അസത്ത് ച യൽ കാര്യകാരണമായ യാതൊന്നുണ്ടോ അന്യസ്മാൽ കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ഹരേഹേ അന്യൽ ഹരിയിൽ നിന്ന് അന്യമായിട്ട് ഇല്ല. ഹേ നാരദ
പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതലായതിന് കാരണമായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ചുരുക്കമായി ഞാൻ നിന്നോട് വിവരിച്ചു. കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ശ്രീഹരിയെ കൂടാതെ ഒന്നും തന്നെയില്ല. ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെ എല്ലാം. കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ലെന്ന് സർവസമ്മതമായ സിദ്ധാന്തമാകുന്നു. ശ്ലോകം 51. ഇദം ഭാഗവതം നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേദം വിപുലീ ഗുരു. ഭഗവത ഭഗവാനാൽ മേ ഉദിതം എന്നോട് പറയപ്പെട്ട യത് ഇദം യാതൊരിത് ഭാഗവതം നാമ ഭാഗവതം എന്നു പേരുള്ളതായ വിഭൂതീനാം ഭഗവാന്റെ ഐശ്വര്യങ്ങളുടെ സംഗ്രഹ അയ ചുരുക്കമാണിത്. ത്വം നീ ഏതം ഇതിനെ വിപുലീഗുരു വലുതാക്കിയാലും ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമായ ഇതിനെ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇതിനെ ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു. ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമായ ഇതിനെ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇതിനെ ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു. അന്യർക്ക് മനസ്സിലാവാൻ തക്ക വിധം നീ ഇതിനെ വിസ്തരിച്ചു പറയണം. ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമായ ഇതിനെ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇതിനെ ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു. അന്യർക്ക് മനസ്സിലാവാൻ തക്ക വിധം നീ ഇതിനെ വിസ്തരിച്ചു പറയണം. 52. യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാര ഇതി സങ്കല്പ്യവർണ്ണയ. അടുത്ത ശ്ലോകം 52 നേരത്തെ പറഞ്ഞത്. ഇനി 53 ശ്ലോകം. മായാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യാനുമോദത ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാനമുഹ്യതി. ലീലാം എന്നും പറയാറുണ്ട്. ഈ മായ എന്നുള്ളതിന് ലീലാം എന്നും പറയാറുണ്ട്. ശ്രദ്ധിക്കാം. അമുഷ്യ ഈശ്വരസ്യ ഈ ഈശ്വരന്റെ ലീലാം അഥവാ മായാം അവതാരക്രീഡയെ വർണ്ണയത വർണ്ണിക്കുന്നവന്റെയും അനുമോദിതുഹു അനുമോദിക്കുന്നവന്റെയും ശ്രദ്ധയാ നിത്യം ശൃണുത ശ്രദ്ധയോടുകൂടി ദിവസേന കേൾക്കുന്നവന്റെയും ആത്മാ അന്തഃകരണം മായയാ ന മുഹ്യതി മായയാ ന മുഹ്യതി മായ കൊണ്ട് മോഹിക്കയില്ല. ഈ ഈശ്വരന്റെ ലീലയെ എപ്പോഴും ശ്രദ്ധയോടെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന്റെ മനസ്സ് മായയാൽ മോഹത്തെ പ്രാപിക്കുകയില്ല. ഓം തത്സൽ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ ബ്രഹ്മനാരദ സംവാദേ സപ്തമോധ്യായ. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് 8ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി പഠിക്കാൻ ഇടവരട്ടെ. ഹരി ഓം. നമസ്കാരം. ഹരേ കൃഷ്ണ.